സാധിക്കും. വളരെ ധന്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. പക്ഷെ വളരെ ദീർഘമായി സംസാരിക്കാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഞങ്ങളുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ ഞാൻ സംസാരിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. സോളാർട്ട് ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതലേ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പുതുമയുള്ള, വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളത്. ഇതിൻ്റെ ഈ നോട്ടീസിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ഭംഗിയായിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും വിശദമാക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഇവിടെ മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ ഋഷി സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു അഭാവം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൈതന്യം വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാധാരണ നിരവധി അക്കാദമികൾ ഇപ്പോൾ നമ്മുടെ സർക്കാർ തലത്തിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ തന്നെ ഒരു ബ്യൂറോക്രാറ്റിക് സ്വഭാവത്തിനപ്പുറത്ത് ജനകീയമായിട്ടുള്ള, ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജൈവികമായ, സ്വാഭാവികമായ, നൈസർഗികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങളാണ് സോളാർട്ട് ഇൻ്റർനാഷണൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് കുരുന്ന് പ്രതിഭകൾ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അവരുടെ പ്രതിഭ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അത് വളർത്തിയെടുക്കുന്നതിനോ പിന്നീട് അവരെ ആ രംഗത്ത് സജീവമാകുന്നതായിട്ടോ അല്ലെങ്കിൽ വളർന്നു പോകുന്നതായിട്ടോ പലപ്പോഴും കാണാൻ കഴിയും. പല കാരണങ്ങളാണ്. ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും സാഹചര്യങ്ങളാണ്, ഇപ്പോൾ ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അത് കണക്കിലെടുക്കേണ്ടതുണ്ട്. ആ തരത്തിൽ അത്തരം ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുക. കല, സാഹിത്യം, സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ഒഴിവ് സമയത്ത് നമുക്ക് എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സംഗതിയല്ല വാസ്തവത്തിൽ. അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന വളരെ സർഗാത്മകമായിട്ടൊരു പ്രക്രിയയാണ്. മറ്റെല്ലാ വിഷയവും സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ഇവിടെ പറഞ്ഞു അവരെ പല വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, ഗണിതം പഠിപ്പിക്കുന്നു, സയൻസ് പഠിപ്പിക്കുന്നു, ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം അവരെ പഠിപ്പിക്കുന്നില്ല. ഈ സോളാർ ഫെസ്റ്റിൻ്റെ അതിൻ്റെ പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊട്ടാരക്കര പോലെയുള്ള വളരെ സാംസ്കാരികമായിട്ട് പേര് കേട്ട, നിങ്ങളൊക്കെ തന്നെ കുട്ടിക്കാലം പോലെ കേൾക്കുന്ന പേരാണ് കൊട്ടാരക്കരാണ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നൊക്കെയുള്ള പേരുകൾ എത്രയോ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ കേൾക്കുന്നതാണ്. വളരെ വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ മണ്ണിൽ ഈ ഒരു പരിപാടി നടക്കുന്നു. ഇവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഖേദപൂർവ്വം എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.